ഓരോ കോൺവെർസേഷൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ലാലേട്ടന്റെ മകൾ എല്ലാ അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ വളരെ സന്തോഷവും ഐശ്വര്യവും വിജയവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സോ മച്ച് ലാലേട്ടാ. ഓക്കെ, ഗുഡ് ലക്ക്. നമുക്ക് കാണാം. ചെയ്യും അഞ്ജു ജോർജിന് ജോർജ് കുട്ടി എങ്ങനെയാണോ ചേർത്ത് പിടിച്ചത് അതുപോലെ തന്നെയായിരുന്നു എനിക്ക് സ്റ്റേജിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അച്ഛൻ എന്നെ കെട്ടിപ്പിടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അത്രയും നേരം ഞാൻ ഞാൻ പുറത്ത് വരാം എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പക്ഷേ ലാലേട്ടൻ എന്നെ ഒരു മകളെ പോലെ ചേർത്ത് പിടിച്ചപ്പോൾ അപ്പോൾ ഉണ്ടായൊരു ഫീലുണ്ട്. അത് ഒരു ആനന്ദമാണ്. സിജോൻ അടിക്കുന്ന സമയത്ത് ആ ഒരു സപ്പോർട്ട് റോക്കിക്ക് കൊടുത്തു എന്നൊക്കെ ഉള്ളത് എൻ്റെ മനസ്സിലപ്പോൾ അയ്യോ റോക്കി പോവുകയാണല്ലോ, എന്താ റോക്കി ചെയ്തത്, ഇതാണ് മനസ്സിലാവുന്നത്. പിന്നീട് സിജോ തിരിച്ചു വന്ന സമയത്ത് നിങ്ങളേക്ക് ഇരുത്തിയിട്ട് ആളിങ്ങനെ പറഞ്ഞല്ലോ ഞാൻ കാട്ടുതീയായിട്ടാണ് വരുന്നത്. ഞാൻ നോമിനേറ്റ് ചെയ്തത് ഒരു തവണ അത് പറഞ്ഞിട്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ പറഞ്ഞതായില്ല എന്നുള്ളത്. നോറയുടെ ഒരു പ്ലേനെ കുറിച്ച് എന്താ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ? ഒരു വിക്ടിം കാർഡ് ആവുന്ന പോലെ തോന്നാറുണ്ടോ? ആ ഫാമിലി ടോപ്പിക് എനിക്ക് അവസാനിപ്പിക്കണമെങ്കിൽ ആ ഫാമിലി ടോപ്പിക് തന്നെ പറയണം. ഞാൻ ആ ഫാമിലി ടോപ്പിക് നീ എടുത്തിടുന്നുണ്ട്. അൻസിബക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു? ആരെങ്കിലും ഒക്കെ പ്രീ പ്ലാൻ ചെയ്ത് അവരെല്ലാരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അതിനകത്ത് ചില ആളുകൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും പ്ലാൻഡ് ആണെന്ന്. ഏറ്റവും വലിയ സ്വപ്നം ഇനി മകളുടെ കല്യാണം. അതിനെ കുറിച്ച് എന്താണ് അപ്ഡേഷൻ? കല്യാണം പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇപ്പം അൻസിബ ഹസൻ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഇപ്പം ലാലേട്ടൻ്റെ ദൃശ്യത്തിലൂടെ ആ ഒരു ക്യാരക്ടർ എന്നും ആൾക്കാർ ഓർത്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നീട് ലാലേട്ടൻ ഹൗസ് ചെയ്ത ബിഗ് ബോസിൽ പോകുന്നു. നിങ്ങൾ തമ്മിലുള്ള ഓരോ കോൺവെർസേഷൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ മകൾ എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസൊക്കെ ഇറങ്ങി. അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയത് ഇറങ്ങുന്ന സമയത്തുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ എന്തായാലും അതൊന്ന് കാണിച്ചു തരാം. എല്ലാ അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ വളരെ സന്തോഷവും ഐശ്വര്യവും വിജയവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സോ മച്ച് ലാലേട്ടാ. ഓക്കെ, ഗുഡ് ലക്ക്. നമുക്ക് കാണാം. ചെയ്യും. ഓക്കെ, ഫിനാലേക്ക് കാണാം. ഇതിൽ കുറേ കമൻസ് വന്ന് എന്താന്ന് വെച്ചാൽ വന്ന് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ലാലേട്ടനോട് പറയും ഞങ്ങളൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന്. പക്ഷെ ഇവിടെ നേരെ തിരിച്ച് ഇങ്ങോട്ടേക്കാണ് ലാലേട്ടൻ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ അയച്ചത്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു മൊമെന്റ്? എങ്ങനെയായിരുന്നു? എനിക്ക് ശരിക്കും ദൃശ്യത്തിൻ്റെ ലൊക്കേഷനിൽ ഞങ്ങൾ ആ ക്യാരക്ടറായിട്ടാണ് അവിടെ അപ്പോൾ നിൽക്കുക ലൊക്കേഷനിൽ. അപ്പോൾ അഞ്ജു ജോർജിന് ജോർജ് കുട്ടി എങ്ങനെയാണോ ചേർത്ത് പിടിച്ചത് അതുപോലെ തന്നെയായിരുന്നു എനിക്ക് സ്റ്റേജിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആളുകൾ കമൻറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ എനിക്ക് ഫീൽ ചെയ്ത കാര്യമായിരുന്നു. ഞാനത് വീട്ടിൽ വന്ന പാടെ ഞാൻ പറഞ്ഞ കാര്യം അതാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തതും എനിക്ക് ശരിക്കും അച്ഛൻ എന്നെ കെട്ടിപ്പിടിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കെന്തോ അത്രയും നേരം ഞാൻ ഞാൻ പുറത്ത് വരാം എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പക്ഷേ ലാലേട്ടൻ എന്നെ ഒരു മകളെ പോലെ ചേർത്ത് പിടിച്ചപ്പോൾ അപ്പോൾ ഉണ്ടായൊരു ഫീലുണ്ട്. അത് ഒരു ആനന്ദമാണ്. എന്നെ ചേർത്ത് പിടിച്ചത് ലാലേട്ടനാണല്ലോ. ഒരു അച്ഛനെ പോലെ ലാലേട്ടൻ എന്നെ ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഭാഗ്യമാണല്ലോ. അപ്പം എനിക്കത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനത് കമൻറ്റുകളായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തു, എനിക്ക് ഫീൽ ചെയ്ത കാര്യം കണ്ടു നിന്ന ആളുകൾക്കും ഫീൽ ചെയ്തല്ലോ എന്ന്. അത് ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു. അതൊരു നല്ലൊരു മൊമെന്റ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ ഇത്ര ദിവസം നിന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ് അതായിരുന്നു. എന്നാലും ബാക്കി ഇപ്പം ഇത്രയും ദിവസം നിന്നതിൽ കുറേ എവിക്ഷൻസിൽ നോമിനേഷൻ കുറേ വീക്സിൽ വന്നു. പ്രേക്ഷകർ ഇഷ്ടം കൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ സേവ് ആയിപ്പോയി. കുറേ നല്ല അടിപൊളി മെമ്മറീസ് ഒക്കെ ഉണ്ടാവും. എന്നാലും എപ്പോഴും ഓർത്തിരിക്കുന്ന ഇഷ്ടപ്പെട്ടൊരു മെമ്മറിയും തീരെ ഓർക്കാൻ ഇഷ്ടമല്ലാത്തൊരു മെമ്മറി ഏതായിരിക്കും? ഇഷ്ടപ്പെട്ട മെമ്മറി ഒരുപാടുണ്ട്. ഞാനും ഋഷിയും ഇരുന്ന് സംസാരിക്കുന്നത്, ചില സമയത്ത് ഞാൻ പോയിരിക്കാതെ ഇരുന്നിട്ട് ഒരു ദിവസം ഞാൻ ഒരു സാരി ഉടുത്ത ദിവസമാണ് എനിക്കറിയാം. എനിക്ക് അങ്ങനെ പിങ്ക് സാരിയാന്ന് തോന്നുന്നു. ഉടുത്ത ദിവസം എല്ലാ ഫിസിക്കൽ ടാസ്കിലും ഞാൻ തോറ്റു. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും. അപ്പം എല്ലാവരും വിചാരിക്കും ഞാൻ ഒഴിഞ്ഞു മാറുകയാണ്. ഒഴിഞ്ഞു മാറണല്ല, എനിക്കതേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പറയുന്നുണ്ട്, ഇവർ വിശ്വസിക്കാഞ്ഞിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഒരു ദിവസം എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ ആ സ്കീൻ്റെ താഴെ സൈഡിലുള്ള സോഫയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാനും ഋഷി ഇരിക്കുക. അപ്പം ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ എടാ ഒരിക്കലെങ്കിലും ഒരു വട്ടെങ്കിലും ജയിച്ചാൽ മതിയായിരുന്നു, ഒരു ടാസ്ക് എങ്കിലും ജയിച്ചാൽ മതിയായിരുന്നു, നാണക്കേട് പറഞ്ഞ് നമ്മൾ ഈ മറ്റേ കിക്കായ പോലത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അങ്ങനെ ആയിണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഇവൻ എന്നെ നോക്കി ചിരിയോട് ചിരിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ചിരിക്കണ്ട, എനിക്ക് ഒരു വട്ടെങ്കിലും ജയിക്കണോടാ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഇത് പറഞ്ഞപ്പോൾ അഭിഷേക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ പറഞ്ഞ കേട്ടിട്ടായിരിക്കും എടി നമ്മൾ രണ്ടുപേരും ഏതെങ്കിലും ടാസ്ക് വരാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ തോറ്റു എന്ന് പറഞ്ഞു. അവന് നോക്കി ആണല്ലേ എടാ എന്നാലും നീ എനിക്ക് തോറ്റു തരല്ലേ, എന്നാലും ഞാൻ ജയിക്കണില്ലല്ലോ. അപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടം പറിച്ചില്ലായിരുന്നു. അവസാനം ഇവൻ പറഞ്ഞു എടി നീ പോയി കിടക്ക്. അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ കിടക്കൂല,
ഭയങ്കര ഞാൻ ഫുള്ള് ഭയങ്കര അലമ്പ്. ഇവൻ എങ്ങനെയെങ്കിലും എന്നെ പിടിച്ച് നീ പോയി റൂമിൽ കിടക്ക്, അങ്ങനെ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി എന്നെ ഷോൾഡറിലൊക്കെ കൈയിട്ട് കൊണ്ടുപോയി. അപ്പം എനിക്ക് പിന്നീട് അത് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത്, നമ്മൾ ഈ സിനിമയിലൊക്കെ മറ്റേ വെള്ളം അടിച്ച് ഹാലുസിനേഷനായി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതുപോലെയുള്ള ആളെ പോലെ തോന്നിയത്. ഇവൻ എന്നെ കൊണ്ടുപോയി. അപ്പൊ അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ചിരിച്ചെന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവൻ എന്നെ അങ്ങോട്ട് ആ വഴിയാണ് റൂമിലേക്ക് ആക്കുന്നത്. അപ്പൊ എന്നെ പീപ്പിൾസ് റൂമിൽ കൊണ്ടുപോയി കിടക്കാൻ പറഞ്ഞു. എടി നീ കിടക്ക്, ഇനി ഇറങ്ങി പോകരുത്, ഇനി പുറത്തേക്ക് ഇറങ്ങരുത്. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, ഇല്ലടാ ഒരു തവണയെങ്കിലും ജയിച്ചാൽ മതി. ഫുള്ള് തോറ്റ് ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ തോറ്റിട്ടില്ല, ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മൾ ഈ കഫ് സിറപ്പൊക്കെ ഒരുപാട് ഓവർഡോസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു തല ചുറ്റലുണ്ടാവില്ല, അതുപോലത്തെ അവസ്ഥയായിരുന്നു. അങ്ങനെ അവൻ പറഞ്ഞു കിടക്ക്, അങ്ങനെ ഞാൻ കിടന്നു. അപ്പം ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് മേലെ കൂടെ ഇട്ട് വന്ന്, ഇനി ഉറങ്ങിക്കേട്ടോ, ഇനി എണീക്കരുത്, പുറത്ത് ശബ്ദമൊക്കെ കേൾക്കും, പക്ഷെ നീ എഴുന്നേറ്റ്. ഓക്കെ. എന്നിട്ട് അപ്പം എനിക്ക് കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ വലിയൊരു കുരു വന്നിട്ടുണ്ടായിരുന്നു കൺപോളയിൽ. അപ്പോൾ നീ മരുന്നുറ്റിച്ചോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് ഒരു കണ്ണിൽ മരുന്നുറ്റിച്ചാന്ന് ഇവൻ പോയി. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ മറ്റേ കണ്ണിൽ ആരെനിക്ക് മരുന്നുറ്റിച്ചു തരും? ആ കണ്ണിലും ഉണ്ടല്ലേ, ആ കണ്ണിൽ ഉറ്റിച്ച് വന്നിട്ട് ഇവൻ പോകാൻ നേരത്ത് വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, എടി പുറത്ത് ശബ്ദം കേൾക്കും, നീ എഴുന്നേറ്റ് വരരുത് എന്ന് പറഞ്ഞ് വാൺ ചെയ്തിട്ടാണ് പോണത്. അപ്പം ഞാൻ ഓക്കെ ഇങ്ങനെ കിടക്കുക. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവൻ പുറത്തിറങ്ങിയിട്ട് ഇവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും, ഇവൻ്റെ ശബ്ദം കേൾക്കണ്ട. അപ്പം എനിക്ക് പുറത്തേക്ക് വരണം എന്നുണ്ട്, പക്ഷെ ഇവനെ പേടിപ്പിച്ച് വെച്ചിരിക്കുക, ഇനി എഴുന്നേറ്റ് വന്നിരിക്കരുത്, അവിടെ തന്നെ കിടന്നോണെന്ന്. അത് കാരണം ഞാൻ അത് ആലോചിച്ച് ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവൻ വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങി. അതുപോലെ തന്നെ ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര തെറ്റുകൾ ചെയ്തു എന്നുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ അന്ന് രാത്രി. ചിന്തപ്പ എനിക്ക് കരയണമെന്നുണ്ട്, പക്ഷെ കരയാൻ പറ്റണില്ല ചിന്തപ്പ. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുക, കരയണേന് വരെ എന്നെ ഒന്ന് പുകഴ്ത്തി പറയും. അപ്പൊ ചിന്തപ്പൻ, നീ പൊളിയാടി, നീ സൂപ്പർ, നീ വേറെ ലെവലാന്നുള്ള രീതിയിൽ പറയും. ഓക്കെ. അപ്പോൾ എന്നെ പുകഴ്ത്തി പറയുന്നു, എന്നെ പറ്റി നല്ലാക്കി പറയുന്നു. അപ്പം ഞാൻ ഇങ്ങനെയെങ്കിലും സന്തോഷിക്കട്ടെ. അപ്പോൾ അന്നൊക്കെ ഞാൻ ചിലപ്പോൾ എല്ലാവരും ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് പറഞ്ഞത്, ശരിക്കും ഞാൻ തകർന്നു പോകേണ്ട സിറ്റുവേഷനിൽ അൻസിബ തകർന്നില്ലല്ലോ എന്ന്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഋഷി, ജിൻഡപ്പൻ, അഭിഷേക് ഇവരൊക്കെ എൻ്റെ കൂടെ ഇരുന്നത് കൊണ്ടും അവരെന്നെ ആ രീതിയിലാണ് സപ്പോർട്ട് ചെയ്തത്. അതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു വലിയ സ്ട്രെങ്ത് ആണത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ അവിടെ നിന്നത്. പിന്നെ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഹോട്ടൽ ടാസ്ക് ഞാൻ ചെയ്യുമ്പോൾ ഒരു ഹോട്ടൽ ഭയങ്കര ഡീസൻസി ആണല്ലോ വേണ്ടത്, ഞാനതാണല്ലോ ചെയ്തത്. ഇവര് പറഞ്ഞ പോലെ ഫണ്ണാക്കാൻ എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് കൊളമാക്കി എന്നുള്ളൊരു സാധനം സൈഡിലുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഹോട്ടലായാൽ നന്നായിട്ട് നിൽക്കണം. അപ്പം ഞാൻ ഹോട്ടലിൻ്റെ ഓണറായിട്ടൊന്ന് അങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇവരുടെ ഒരു സപ്പോർട്ട് അത് പറയാതിരിക്കാൻ പറ്റൂല. അപ്പൊ അവരെന്നെ അങ്ങനെ ശരിക്കും കെയർ ചെയ്ത് വേണം പറയാൻ. ഒരിക്കലും മറക്കാൻ പറ്റില്ല. ബെസ്റ്റ് മെമ്മറി. ഇനി ഇഷ്ടമല്ലാത്തൊരു മെമ്മറി ഉണ്ടോ? ഇഷ്ടമല്ലാത്ത കുറേ മെമ്മറി ഓർക്കണേ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നേന്നൊക്കെ. ഇപ്പൊ നമ്മള് തിരിച്ചിപ്പോ പറയുമ്പോഴേ റോക്കിനായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് കുറെ ഇപ്പൊ ഇറങ്ങിയതിന് ശേഷം ആ കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ആ ഒരു സിജോൻ അടിക്കുന്ന സമയത്ത് ഒന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് റോക്കിക്ക് കൊടുത്തു എന്നൊക്കെ ഉള്ളത്. അത് ഒന്നാമത്തെ കാര്യം, ഈ പ്രശ്നം എനിക്ക് അറിയില്ല. ഞാൻ കിച്ചണിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരിങ്ങനെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ ശബ്ദം കേട്ടിട്ടാണ് എല്ലാവരും തിരിയണത്. അപ്പോൾ എല്ലാവരും സൈലൻ്റായി. അപ്പോഴാണ് തിരിഞ്ഞത്. അപ്പോൾ റോക്കി, ഞാൻ, അർജുൻ ഒക്കെ ഇങ്ങനെ ഒരു ബോണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഭയങ്കര കമ്പനി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ആയപ്പോൾ ഭയങ്കര ഷോക്കായി. അപ്പോൾ ഓടി വന്നിട്ട് അപ്പോൾ അർജുൻ കരയുന്നുണ്ട്, ഋഷി കരയുന്നുണ്ട്. ഞാൻ ഷോക്കായിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, റോക്കി എന്താ ചെയ്തത്? റോക്കി സിജു ആയിട്ട് ആ സമയത്തൊന്നും ഞാൻ അത്ര കണക്റ്റഡ് അല്ല, ഞങ്ങൾ അധികം സംസാരിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ പിന്നീടാണ് അറിയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇതൊക്കെ. അപ്പോൾ എനിക്കറിയാവുന്നത് റോക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് റോക്കി അവിടുന്ന് പോയ ആ വിഷമാണ് എനിക്ക് പെട്ടെന്ന് വന്നത്. ശരിക്കും എത്രത്തോളം അത് ഒരു ഭീകരാവസ്ഥയാണെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു സിങ്കിൽ ഞാൻ പാത്രങ്ങൾ എന്തോ കഴുകിക്കൊണ്ടിരിക്കുക, എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ ആഘാതം എന്താണെന്ന് എനിക്കപ്പോൾ അറിയില്ലായിരുന്നു. എൻ്റെ മനസ്സിലപ്പോൾ അയ്യോ റോക്കി പോവുകയാണല്ലോ, എന്താ റോക്കി ചെയ്തത്, ഇതാണ് മനസ്സിലാവുന്നത്. അതാണ് ശരിക്കും ഉണ്ടായത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ റോക്കിയെ സപ്പോർട്ട് ചെയ്തത്. കാരണം ഞാൻ വേറൊന്നും കണ്ടിട്ടില്ല. എൻ്റെ മനസ്സിൽ റോക്കി എവിടെ നിന്ന് പോണതും റോക്കി കരഞ്ഞുകൊണ്ട് പോകുന്നതും കൺഫെഷൻ റൂമിൽ കയറിയിട്ട് കരയുന്ന ശബ്ദമൊക്കെ കേൾക്കാം.
അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിലും മറ്റേ മാക്കപ്പ സിംബ്രാണി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു ഒരു ഒരു അങ്ങനെ ഒരു വലിയ രസമുള്ളൊരു ബോണ്ടായിരുന്നു അത്. അങ്ങനെ നിൽക്കായിരുന്നു. അതാണ് അപ്പോൾ ഒരു വിഷമം ഉണ്ടായത്. ആ സമയത്ത് ലോജിക്ക് നോക്കാനോ എന്താണ് ആരുടെ ഭാഗത്താണ് ന്യായം, എവിടെയാണ് ന്യായമില്ലായ്മ എന്ന് നോക്കാൻ പറ്റിയിട്ടില്ല. അത് നമുക്ക് ആ സമയത്ത് കണക്റ്റഡ് ആയിട്ടുള്ള ആളാരാണോ ആ ആളുടെ ഭാഗത്തല്ലേ ചിന്തിക്കുകയുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഈ ഇൻസിഡൻറ്റ് ഞാൻ ഇപ്പുറത്തിരുന്ന് കണ്ടിരിക്കണം. ഞാൻ കണ്ടില്ല. ഞാൻ തിരിഞ്ഞ് പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് അത് നടക്കുന്നത്. അപ്പോൾ എനിക്ക് കാണില്ലല്ലോ, ഞാൻ അത് കണ്ടില്ലായിരുന്നു. പിന്നീട് കുറേ കഴിഞ്ഞ് ഒരു എപ്പിസോഡിൽ സിജോ വന്ന് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം എന്ന് ലാലേട്ടൻ്റെ കൂടെ വന്നിട്ട് വീഡിയോ ഉണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും ഒരു ബുദ്ധിമുട്ട് സിജോയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് വിഷമായത്. കാരണം അത് സിജോ എന്നല്ല ഏതൊരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അപ്പം അങ്ങനെ ഉണ്ടായാൽ അങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന് റിയലൈസ് ചെയ്തപ്പോഴാണ് എനിക്ക് വിഷമം വന്നത്. അതിൻ്റെ മുന്നേ എനിക്ക് അറിയില്ല എന്താ പറ്റിയതെന്ന്, അല്ലെങ്കിൽ ഇത്രയും ആഘാതം ഉണ്ടായിരുന്നു എന്നറിയില്ല. അപ്പോൾ എനിക്ക് ഞാൻ കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത് റോക്കി ആയിട്ടാണ്. അപ്പോൾ എനിക്ക് റോക്കി പോയല്ലോ എന്നുള്ള വിഷമമായിരുന്നു അത്. കാരണം ഈ ഫൈറ്റ് ശരിക്കും ഞാൻ കണ്ടില്ല. ആ ഒരു സമയത്ത് വന്നൊരു സപ്പോർട്ടാണ്. പക്ഷെ പുറത്ത് ആൾക്കാർ അത് ഈ പറഞ്ഞ പോലെ സുഹൃത്തിനെ മാത്രം സപ്പോർട്ട് ചെയ്തു. ഞാൻ കണ്ടില്ല. എനിക്ക് തോന്നുന്നു ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ കിച്ചണിൽ നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ തിരിഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ ബാക്കിൽ ഇങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ കണ്ടില്ല അത്. അപ്പൊ ഇങ്ങനെ ഒരു ഇതുണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ആ സമയത്ത് എനിക്ക് റോക്കി പോണതായിരുന്നു എൻ്റെ വിഷമം. കാരണം ഇതിന്റെ ആഘാതം ഇത്ര വലുതാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് സിജോ തിരിച്ചു വന്ന സമയത്ത് നിങ്ങളേക്ക് ഇരുത്തിയിട്ട് ആളിങ്ങനെ പറഞ്ഞല്ലോ ഞാൻ കാട്ടുതീയായിട്ടാണ് വരുന്നത്, കുറെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ. പക്ഷെ പിന്നീട് എനിക്ക് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ ഞാൻ ബിഗ് ബോസ് കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ആ പറഞ്ഞതിനോട് നീതി പുലർത്തുന്ന ഒരു പെർഫോമൻസ് എനിക്ക് തോന്നിയില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലക്ക് തോന്നിയിരുന്നോ? അതിനകത്തുനിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നോമിനേറ്റ് ചെയ്തത് ഒരു തവണ അത് പറഞ്ഞിട്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ പറഞ്ഞതായില്ല എന്നുള്ളത് പറഞ്ഞിട്ട് തന്നെയായിരുന്നു ഞാൻ നോമിനേറ്റ് ചെയ്തത്. പക്ഷെ സിജോ പിന്നീട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്, ഇതാക്കല്ല. അതിനകത്തുനിന്ന് തന്നെ എല്ലാവരും ഇങ്ങനെ തമാശക്ക് പറഞ്ഞ് കളിയാക്കും. സിജോ എന്നെ ഇങ്ങനെ അയ്യോ അങ്ങനെയല്ല വേണ്ടായിരുന്നു എന്നുള്ളത്. അത് സിജോ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ സംസാരിച്ചപ്പോൾ അങ്ങനെ ആയിപ്പോയതായിരിക്കാം. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ വൈൽഡ് കാർഡ് എൻട്രീസ് വന്ന സമയത്തും നോർമൽ ഒരു സീസണിൽ ഇങ്ങനെ വൈൽഡ് കാർഡ് വരുമ്പോൾ ഓൾറെഡി നിങ്ങൾ അവിടെ ഉള്ളവരെക്കാൾ നമ്മൾ പുറത്തുനിന്ന് ഗെയിം കണ്ട് പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞ് ആർക്ക് ഇതൊക്കെ ഫാൻസ് ഉണ്ട് എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി അരച്ച് കലക്കി കുടിച്ചിട്ടാണല്ലോ പുതിയ ആൾക്കാർ വരുന്നത്. ആ സമയത്ത് അതിലുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റിന് ഓൾറെഡി ആദ്യം മുതൽ ഉള്ളൊരു കണ്ടസ്റ്റന്റ് എന്ന നിലയ്ക്ക് ഒരു പേടി തോന്നിയിട്ടുണ്ടായിരുന്നു? ഞാൻ വൈൽഡ് കാർഡ് എൻട്രി വരണം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വ്യക്തി ഞാനായിരിക്കും. വരട്ടെ എന്ന്. കാരണം എനിക്ക് അവിടെ സംസാരിക്കാൻ ഋഷി ഉണ്ടായിരുന്നുള്ളൂ, റോക്കി ഉണ്ടായിരുന്നു. അതിന് ആ സമയത്ത് അർജുനായിട്ട് നല്ല കമ്പനി ആയിരുന്നു എനിക്ക്. പക്ഷെ അല്ലാതെ സംസാരിക്കാൻ എനിക്ക് വേറെ ആരും ഇല്ലായിരുന്നു, പുതിയ ആൾക്കാർ. അപ്പം എനിക്ക് സംസാരിക്കാൻ ആൾ വരണം. അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും ചിലപ്പോൾ. ഞാൻ ആരുമായിട്ടും ചിലപ്പോൾ സിങ്ക് ആവാത്തതുകൊണ്ടായിരിക്കും എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് പുതിയ ആൾക്കാർ വരണം, സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പൂജ വന്നപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു, സംസാരിക്കാൻ തുടങ്ങി. സിബിൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റി, നന്ദനയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റി, 2 അഭിഷേകുമാരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് വൈൽഡ് കാർഡ് എൻട്രി വന്നപ്പം ഭയങ്കര കുറച്ചും കൂടെ കംഫർട്ടായി ഞാൻ. അക്കൂട്ടത്തില് സായി വൈൽഡ് കാർഡ് സായി വന്നിട്ടുണ്ടായിരുന്നു. സായും നല്ല കംഫർട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സായി ഞാനായിരുന്നു ഫസ്റ്റ് ജയിലിൽ പോയത്. അതെ, ഒരുമിച്ച് പോയി. അന്ന് ഞങ്ങളൊന്നും സംസാരിച്ചില്ല. സായി തേങ്ങ ചിരവുന്നു, ഞാൻ തേങ്ങ പിഴിഞ്ഞു, തേങ്ങാപ്പാല് പിഴിയുന്നു. അത് കൊണ്ടുപോയിട്ട് ജാൻമണി തേങ്ങൻ്റെ ലഡു ഉണ്ടാക്കി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ സംസാരിച്ചത്. ഇപ്പം ഈ വൈൽഡ് കാർഡായിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ ഓൾറെഡി അറിയാവുന്ന ആൾക്കാരായിരുന്നു? എനിക്ക് ആരും അറിയില്ലായിരുന്നു. ശരണ്യെ ഞാനൊരു ആശ ചേച്ചിയുടെ മകളുടെ കല്യാണത്തിൻ്റെ സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൾ ദൃശ്യത്തിൽ എന്നെ കണ്ട പരിചയം വെച്ചിട്ട് ഞാൻ അവളെ സീരിയലിലും അല്ലെങ്കിൽ റിയാലിറ്റി ഷോയിലൊക്കെ കണ്ട പരിചയത്തിൽ ഹായ് പറഞ്ഞു, തിരിച്ചും ഹായ് പറഞ്ഞു. കാണാട്ടോ ചക്കരെ എന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ ഇടാന്ന് പറഞ്ഞു പോയി. പിന്നെ കാണുന്നത് ബിഗ് ബോസിലാണ്. ഋഷിയെ ഞാൻ ഒരു കൊട്ടാരക്കര ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്ത സമയത്ത് ഉപ്പുമുളകിൻ്റെ ഫുൾ ടീം കയറിയായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ബീറ്റ് ബോക്സ് ചെയ്യുന്ന ആൾ വേണമെന്നോ അങ്ങനെ എന്തൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അതാണ് എൻ്റെ ഓർമ്മയിലുള്ള ഋഷി. എനിക്ക് പേഴ്സണലി പരിചയമില്ല, എനിക്ക് ആരെയും പരിചയമില്ലായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ നോറയുടെ ഒരു പ്ലേനെ കുറിച്ച് എന്താ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ? ലൈക്ക് ഒരു വിക്ടിം കാർഡ് ആവുന്ന പോലെ തോന്നാറുണ്ടോ? അപ്പം ലാസ്റ്റ് പറഞ്ഞ കാര്യമായിരിക്കും എല്ലാവരും ചോദിച്ചത്. അപ്പം എനിക്ക് ഫാമിലിയെ എങ്ങനെ പറയേണ്ട, ആ ഫാമിലി ടോപ്പിക് എനിക്ക് അവസാനിപ്പിക്കണമെങ്കിൽ
ആ ഫാമിലി ടോപ്പിക് തന്നെ പറയണം. ഞാൻ ആ ഫാമിലി ടോപ്പിക് നീ എടുത്തിടുന്നുണ്ട്, അത് എടുത്തിടല്ലേ എന്ന് അത് യൂസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ടോപ്പിക്ക് ഇടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനതങ്ങ് എടുത്തിട്ടതാണ്. അതിനുശേഷം ആ ടോപ്പിക് അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതിൽ ഞാൻ വിജയിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാം. അതെ. പിന്നെ ഈ ഒരു വേറെ ആരുടെയെങ്കിലും എവിക്ഷൻ ഇങ്ങനെ അൺഫെയർ ആയിട്ട് തോന്നി, ലൈക്ക് ഇവരിപ്പോൾ ഔട്ട് ആവേണ്ടതല്ലായിരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഇപ്പം അപ്സരയുടെയൊക്കെ എവിക്ഷൻ ഒക്കെ വന്നു. ഫെയറും അൺഫെയറും ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വോട്ട് ചിലപ്പം കൂടുതൽ ആർക്കെങ്കിലും ഉണ്ടാവുമായിരിക്കും, കുറവായിരിക്കും. ഞാൻ പിന്നെ ആ ഏരിയയിലേക്ക് ചിന്തിച്ചിട്ടേ ഇല്ല. ഓക്കെ, ഇന്നയാൾ പോകുന്നു എന്ന് പറയുമ്പോൾ ഓക്കെ പോകുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ ഓരോരുത്തർ ഔട്ടാവുന്നു. ഞാൻ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ. ഗെയിമാണ്, എന്തായാലും ഔട്ടായി ലാസ്റ്റ് ഒരാളെ വിന്നർ ആവുള്ളൂ. അതിപ്പം ബിഗ് ബോസ് എന്നല്ല, ഏത് ഒരു ഗെയിം ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ പോയേ മതിയാവും. ഇപ്പം നിലവിൽ ഈ ഒരു ബിഗ് ബോസ് റിലേറ്റഡ് കുറേ കോൺട്രവേഴ്സീസ് പുറത്ത് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ അകത്തുണ്ടായിരുന്ന സമയത്തുള്ളതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ് പുറത്ത് നടന്നുകൊണ്ടിരുന്നത്. പല മുന്നത്തെ കണ്ടസ്റ്റൻസ് തമ്മിലുള്ള വാക്തർക്കങ്ങളാണെങ്കിലും പല പരാമർശങ്ങളാണെങ്കിലും ഒക്കെ അതിൽ ഈ സീസണിൽ ഇതുവരെ വന്നിട്ടുള്ള എനിക്ക് തോന്നുന്നു സ്ത്രീകളായിട്ടുള്ള കണ്ടസ്റ്റൻസിനൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള പല പരാമർശങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അഖിൽമാരാർ പറഞ്ഞ കുറേ കാര്യങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷം അതൊക്കെ കണ്ടിരുന്നു. അതിനോടൊക്കെ എങ്ങനെയാ ഇതിന്റെ പലരും പറയുന്ന കാര്യങ്ങളും ഇതൊക്കെ ഞാൻ കേട്ടുള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഓപ്പൺ ചെയ്ത് പോലും കണ്ടിട്ടില്ല. എൻ്റെ എപ്പിസോഡ് പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഓരോ ദിവസത്തെ ഇതൊക്കെയാണ് എടുത്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഓരോരുത്തർ പറയുന്നത് അവർക്ക് അവരുടെ കാര്യങ്ങളും കാഴ്ചപ്പാടുകളുമാണ് പറയണത്. ഇതൊന്നും അറിയാതെ കഥയറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ. ഇതൊന്നും അറിഞ്ഞിട്ട് പോലില്ല. അപ്പോൾ ഇതെന്താണെന്ന് അറിയാതെ ഇതിനെപ്പറ്റി ഞാൻ എന്താ ഉത്തരം പറയാ? ഈ ഒരു സീസണിൽ ഇപ്പം ചില പെർട്ടിക്കുലർ സ്ഥലങ്ങളിൽ ചില കണ്ടസ്റ്റൻസിൻ്റെ പരാമർശങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും അവർ ഓൾറെഡി മുന്നേ അറിയുന്ന ഓൾറെഡി എന്താ പറയുക ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റീസ് ആണ്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള കുറേ ആൾക്കാർ ഈ സീസണിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ മുന്നേ ഇതിന് പുറത്തേ അറിയാം. അപ്പോൾ അവരിങ്ങനെ പ്രീ പ്ലാൻ ചെയ്ത് വന്നതാണ് അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളിൽ അവർ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അൻസിബക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു ആരെങ്കിലുമൊക്കെ പ്രീ പ്ലാൻ ചെയ്ത്? അവരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. പറയണത് കേൾക്കാന്നല്ലാതെ ഇത് ശരിക്കും എന്താന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ചിലർ പറയാണെന്ന്, അപ്പോൾ ചിലപ്പോൾ പറയല്ലാന്ന്. ഇതെന്താന്നുള്ളത് അവർക്ക് തന്നെ അറിയുള്ളൂ. അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും അറിയാൻ പറ്റും. ഇനിയിപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആരൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആരൊക്കെ പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇല്ലായിരുന്നു. അങ്ങനെ ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇന്ന ആൾക്കാർ പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ടോ എന്നൊക്കെ? ഡൗട്ടിൻ്റെ ഒന്നുമല്ല അത്. അതിനകത്ത് ചില ആളുകൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും പ്ലാൻഡ് ആണെന്ന്, ചിലപ്പോൾ തോന്നും പ്ലാനിങ് അല്ല. ഇനിയിപ്പോൾ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന പോലെയല്ലല്ലോ, സത്യം എന്താണെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാറില്ല. എനിക്ക് വ്യക്തമായിട്ട് ധാരണയുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുള്ളൂ. ഇത് ഇങ്ങനെയാണ് എന്ന് പറയാറുള്ളൂ. അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറയാറില്ല. പിന്നെ അതെന്താണെന്നുള്ളത് അവരെന്നെ പുറത്തിറങ്ങിയിട്ട് വേണം പറയാൻ. ഏറ്റവും ഇപ്പോൾ ഉമ്മ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം ഇനി മകളുടെ കല്യാണമാണെന്നൊക്കെ. അതിനെക്കുറിച്ച് എന്താണ് അപ്ഡേഷൻ? കല്യാണം പ്ലാൻ ചെയ്യുന്നുണ്ടോ? എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. കുറേ കാര്യങ്ങൾ ഇനി ലൈഫിൽ ചെയ്യാനുണ്ട്. അതിപ്പോൾ കല്യാണം കഴിഞ്ഞാലും അച്ചീവ്മെൻറ്റ്സ് ഒക്കെ സ്ത്രീകൾക്ക് നേടാൻ പറ്റും. മേരികോമൊക്കെ കല്യാണം കഴിച്ച ആളാണ്, മക്കളുണ്ട്. അപ്പം അതുകൊണ്ട് കല്യാണം കഴിക്കുന്നതും അച്ചീവ്മെൻറ്റ്സുമായിട്ട് ബന്ധമൊന്നുമില്ല. എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, അത്രേ ഉള്ളൂ. ഇല്ല, ഭാവിയിൽ ഒരു പാർട്ട്ണർ വേണമെങ്കിൽ എൻ്റെ ഒരു കോൺസെപ്റ്റ് അത് പറഞ്ഞില്ലെങ്കിലോ എന്നാലും ചെറുതായിട്ട് പറ. ഇത് ഇങ്ങനത്തെ ടോപ്പിക്സ് ആയിരുന്നു ഞാനും ഋഷി അവിടെ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതൊന്നും പുറത്ത് വന്നിട്ടില്ലാത്തതുകൊണ്ട് പറയാം. വന്നിട്ടില്ല അന്നെങ്കിൽ അവിടെ ചോദിക്കില്ല. എന്നുവെച്ചാൽ ഞാൻ ഭയങ്കര സൂര്യ ഫാനാണ്. ഞാനെപ്പോഴും സൂര്യനെ പോലെ നല്ല രസമുള്ള കണ്ണ്, ഇങ്ങനെ കണ്ടാൽ നല്ല ഭംഗിയുള്ള ചിരി, അത് മസ്റ്റാ. ചിരി മസ്റ്റാ, കണ്ണ് മസ്റ്റാ. ഓക്കെ. പിന്നെന്താ ക്യാരക്ടേഴ്സ് എങ്ങനെ വേണം? അല്ലെങ്കിൽ ഇങ്ങനത്തെ ജോലിയുള്ള ആളായിരിക്കണം, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം, കമ്പാഷൻ ഉണ്ടായിരിക്കണം. പിന്നെന്താ ജോബൊക്കെ കമ്പാഷൻ, ട്രസ്റ്റ്, ജോബ്, നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. ജോബ് അങ്ങനെ ഇന്ന ജോബ് അങ്ങനെയൊന്നുമില്ല, നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരിക്കണം എന്നുണ്ട്. വേറെ പിന്നെന്താ? നമ്മളോടാണ് ചോദിക്കുന്നത്. ഞാൻ ആരെയും വേറെ പിന്നെന്താ? റൊമാൻറ്റിക് ആയിരിക്കണം, അതൊക്കെയാണ് ഭാവിയിൽ. പിന്നെ എൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഭയങ്കര ബഹളമല്ല, എന്ന് വെച്ചാൽ ഞാൻ അത്ര നന്നായിട്ട് ഇപ്പം എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മുന്നിൽ കയറി ഒന്ന് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളായിരിക്കണം. ഞാൻ അത്ര ഫൈറ്റ് ചെയ്യുന്നതല്ലാത്ത ഇച്ചിരി എന്തെങ്കിലും ഞാനുണ്ട് എന്ന് പറഞ്ഞ് പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഓക്കെ.
അപ്പം അങ്ങനെ ഒരാൾ വരട്ടെ. അതെ. ഇനി ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല ആരും കണ്ടുവച്ചിട്ടില്ല. ഇല്ല. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ കുറേ അമ്മമാർക്ക് ഇഷ്ടമുള്ള ഒരു മകളായിട്ട് മാറിയോണ്ട് എനിക്ക് ഉറപ്പായിട്ട് ഇനി കുറേ പ്രപ്പോസൽസ് ഒക്കെ വരും. അതിനെന്തെങ്കിലുമൊക്കെ വന്നായിരുന്നു? ഒന്നും വന്നിട്ടൊന്നുമില്ല. എന്ന് പറയട്ടെ. എന്തായാലും പുറത്തിറങ്ങിയ ആൾക്കാരായിട്ട് ഇപ്പോൾ മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായോ? ജാനിനെ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അഭിഷേക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ആരായിരുന്നു, നിഷാന. ഓക്കെ. അതിൽ എനിക്ക് തോന്നുന്നു അഭിഷേകിനായിട്ടാണ് കുറച്ചുകൂടി കമ്പനി കൂടുതലുണ്ട്. ഇറങ്ങിയതിൽ അഭിഷേകമായിട്ട് കമ്പനി. അങ്ങനെയാണ് ചെറിയൊരു ടാസ്ക് തരാം. ഇപ്പോൾ ലൈവായിട്ട് അഭിഷേകിനെ ഇങ്ങോട്ട് വിളിക്കുന്ന എടുക്ക്. ഹലോ അഭി, ഞാനിവിടെ ഒരു ഇന്റർവ്യൂവിലാണ് വെറൈറ്റി മീഡിയയുടെ. അപ്പോ അവര് പറഞ്ഞു അഭിയെ വിളിച്ച് സംസാരിക്കണം. മസ്താനിക്ക് എന്താണ് അറിയേണ്ടത് അഭിയുടെ അടുത്തുനിന്ന്? അൻസിബയുടെ എവിക്ഷൻ എന്ത് തോന്നി ഔട്ടായപ്പം? ആക്ച്വലി ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് എപ്പിസോഡ് കണ്ടിട്ടില്ല. ഇതെന്താ ആരും കാണാത്തെ? അതെന്താന്ന് വെച്ചാൽ എനിക്കിനി കണ്ടു കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു മിസ്സിംഗ് ഫീൽ വരില്ലേ, അതുകൊണ്ട് ഞാൻ കാണാന്നെ. പക്ഷെ ഞാൻ ഈ റീൽസും ബൈറ്റ്സും ഇതൊക്കെ കാണുന്നുണ്ട്, കമന്റ്സ് എല്ലാം വായിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ, എന്താണ് ഇവരുടെ എന്നൊക്കെ നോക്കുമ്പോ അൻസിബയ്ക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ടൈമിലാണ് അൻസിബ ഇറങ്ങി. എനിക്കത് ഭയങ്കര അൺഫെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇറങ്ങിയതിനു ശേഷം അൻസിബേനെ വിളിച്ചിട്ട് ആദ്യം എന്താ പറഞ്ഞേ? ഞാൻ അൻസിബനെ വിളിച്ചില്ല, അൻസിബ ഭയങ്കര തിരക്കിലാണ്. ഞാൻ ടെക്സ്റ്റ് ചെയ്തു, ഞാൻ അൻസിബോട് പറഞ്ഞു ഇത് കറക്റ്റ് ടൈം അല്ലായിരുന്നു, അൻസിബ എന്തായാലും ടോപ്പിൽ എത്തേണ്ടതായിരുന്നു, എന്തായാലും ഇത് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ഉണ്ടായിരുന്നു. ഫിനാലേക്ക് പോകുന്നുണ്ടോ? പിന്നെ വിളിച്ചാ പോകും. ഇനി തിരിച്ചു കയറാൻ ഒരു ചാൻസ് കിട്ടിയാ പോവോ? ഇനി 80 ദിവസം കഴിഞ്ഞ് തിരിച്ചു കയറിയിട്ട് എന്താ, ചുമ്മാ എങ്ങാനും വിളിക്കുവാണെങ്കിലോ? വിളിക്കുവാണെങ്കിൽ പോവും ഇൻ ദ സെൻസ് പോവും. ഓക്കെ അബി, അപ്പൊ താങ്ക് യു സോ മച്ച്. ഞങ്ങളിങ്ങനെ അൻസിബേനോട് പറയായിരുന്നു അബീനൊന്ന് വിളിക്കുക, നമുക്ക് സംസാരിക്കണം എന്നൊക്കെ. അപ്പോൾ തിരക്കിനിടയിലും കോൾ എടുത്തതിന് താങ്ക് യു സോ മച്ച്. കാര്യങ്ങളൊക്കെ ഉഷാറോട്ടെ. ഓക്കെ അബി, താങ്ക് യു. ഞാൻ വിളിക്കാം. ശരി, ബൈ. ഞാൻ ആകെ മെസ്സേജ് അയച്ച് സംസാരിച്ചത് അബിയായിട്ടാ, പിന്നെ നിഷാന ഇങ്ങനെ. ഓക്കെ. ഇനിയിപ്പം പുറത്തിറങ്ങുമ്പോൾ ഋഷി അല്ലാതെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ആരെ ഇനി പുറത്തിറങ്ങി നേരിട്ട് മീറ്റ് ചെയ്യാൻ? ജിൻഡപ്പൻ, അഭിഷേക്. നിങ്ങളുടെയൊക്കെ ഒരു മീറ്റപ്പ് ആക്ച്വലി എല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ആ ഒരു ഫിനാലെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ. ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ, ജിൻഡപ്പൻ, അഭിഷേക്, ഋഷി. അപ്പൊ നമ്മൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. നമുക്ക് കൊടൈക്കനാൽ പോകണോ മണാലി പോകണോ? ആദ്യത്തെ പ്ലാൻ മണാലി ആയിരുന്നു. മണാലി ഋഷി പറഞ്ഞു. ആദ്യം നമ്മൾ ആദ്യത്തെ ട്രിപ്പ് മറ്റേ ട്രാവലറിലായിരുന്നു കേട്ടോ. പിന്നെ ആള് കുറഞ്ഞ് അവസാനം ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്നാ പിന്നെ ഇനി കാറാക്കാന്ന്. ഞാൻ അഭിഷേകിന്റെ അടുത്ത് പറഞ്ഞു അബി കുറച്ചും കൂടെ കഴിഞ്ഞ് ബൈക്കാക്കൂ. അവസാനം നീയും ഋഷിയും മാത്രം സുഭാഷ് പാർക്കിൽ പോയിട്ട് ട്രിപ്പ് അടിച്ചു വരും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ഫാൻസ് ഉള്ള 2 കോംബോ ആണ് അർജുൻ ശ്രീതു. അവിടെ ഉണ്ടായ ഒരാളെന്ന നിലയിൽ അത് ശരിക്കും അവിടെ നിന്ന് നോക്കുന്ന ഒരാളും എല്ലാവരും പറഞ്ഞത് അവർ തമ്മിൽ ലവ് ട്രാക്ക് ഒന്നും വരാൻ ചാൻസ് ഇല്ല. എനിക്കൊന്ന് കാണുന്ന ഓഡിയൻസ് ആണ് ഇങ്ങനെ കുറേ നോക്കുന്നതും ചിരിക്കുന്നതൊക്കെ വീഡിയോ ആക്കിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അങ്ങനെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? അവർ ലവ് ട്രാക്കിലേക്ക് പോകുന്നുണ്ട്? അവർ നല്ല ഫ്രണ്ട്സാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. പിന്നെ ആളുകൾ എങ്ങനെയാണ് ഇന്റർപ്രിറ്റ് ചെയ്യണത് എനിക്കറിയില്ല. നല്ല ഫ്രണ്ട്സാണ്. ഓക്കെ. അതേപോലെ തന്നെ അൻസിബാസ് മൊമെന്റ്സ് എന്ന് പറഞ്ഞെടുത്ത് നോക്കുമ്പോൾ വൈറലായ വേറൊരു കാര്യമാണ് ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് തൂവാന തുമ്പികളിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യങ്ങൾ. അതിൽ ഏറ്റവും നന്നായിട്ട് കുറേ കമൻസ് ഒക്കെ ഒന്ന് വളരെ മനോഹരമായിട്ടാണ് ഒരു സിനിമയെ കുറിച്ച് അൻസിബ വിവരിക്കുന്നത്. ആ വീഡിയോ ഒന്ന് കാണാം. റൊമാൻറ്റിക് മൂവി ആയിട്ടുള്ള തൂവാന തുമ്പികൾ നമുക്ക് നാരങ്ങ വെള്ളം കാച്ചിയാലോ? പത്മരാജൻ സാറിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു മൂവി. മണ്ണാറത്തോട് ജയകൃഷ്ണൻ ഇന്നും മലയാളി യുവാക്കളിൽ ഉണ്ട്. സ്വന്തം പറമ്പിൽ കൃഷി ചെയ്യുകയും രാധ എന്നുള്ള തന്റെയും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുകയും ചെയ്തു. പക്ഷെ അതിനിടയിലാണ് ക്ലാരയെ കണ്ടുമുട്ടുന്നതും. പക്ഷെ പിന്നീട് രാധ ജയകൃഷ്ണനോട് സ്നേഹം അറിയിക്കുമ്പോഴും ജയകൃഷ്ണൻ സത്യസന്ധമായി ക്ലാരയുമായിട്ടുള്ള ഒരു ബന്ധം രാധയോട് പറയുന്നുണ്ട്. അത് തന്നെ ആയിരിക്കും രാധയ്ക്ക് ജയകൃഷ്ണനോട് കൂടുതൽ പ്രണയം തോന്നാനുള്ള ഒരു റീസൺ. അത്രയും ഒരു റൊമാൻറ്റിക് മൂവി പിന്നീട് വന്നിട്ടുണ്ടോന്ന് അറിയില്ല. പറഞ്ഞ പോലെ അതൊരു കൾട്ട് ഫിലിമാണ്. അത് ഒരു 100 പ്രാവശ്യം
പ്രാവശ്യം അല്ലെങ്കിൽ 200-500 പ്രാവശ്യം കണ്ട ആൾക്കാരെയൊക്കെ എനിക്കറിയാം. അത്തരം ചില സിനിമകൾ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. പത്മേട്ടന്റെ പത്മരാജന്റെ എല്ലാ സിനിമകളും, ഞാൻ അഭിനയിച്ച എല്ലാ സിനിമകളും വളരെയധികം വ്യത്യസ്ത പുലർത്തുന്ന സിനിമകളായിരുന്നു. ഇത് കണ്ടായിരുന്നു, ഇതും ഭയങ്കര വൈറലായ, കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സിനിമയെ കുറിച്ച് അങ്ങനെ അധികം ആരും ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പം വളരെ കുറച്ച് ആൾക്കാരാണ് ഇത്ര ഭംഗിയായിട്ട് വിവരിച്ച് ഓരോ ക്യാരക്ടേഴ്സിന് ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുന്നത്. അപ്പോൾ ശരിക്കും സിനിമകൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് പണ്ട് മുതലേ ആ ഒരു ശീലമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം? ചെറുപ്പം തൊട്ടേ ഞാൻ നന്നായിട്ട് സിനിമ കാണുന്ന ആളാണ്. എൻ്റെ ഉമ്മ നന്നായിട്ട് സിനിമ കാണുമായിരുന്നു. ഞാൻ കൂടെ ഇരുന്ന് എല്ലാ സിനിമയും കാണും. ഞാൻ മലയാളത്തിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ കാണാറുണ്ട്, തമിഴിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാറുണ്ട്, എം.ആർ. രാധ സാറുടെ രക്തക്കണ്ണീർ പോലെയുള്ള സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, തെലുങ്ക് കാണാറുണ്ടായിരുന്നു. ഇപ്പോഴല്ലേ ഈ ഒരു സബ് ടൈറ്റിൽസ് ഒക്കെ വരാൻ തുടങ്ങിയത് ഇംഗ്ലീഷിൽ. സബ് ടൈറ്റിൽസ് ഇല്ലാത്ത കാലത്ത് ഞാൻ റീജിയണൽ ലാംഗ്വേജ് മൂവീസ് കാണാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവസരോചിതമായിട്ട് ഇതൊക്കെ ആയിരിക്കും പറയണമെന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കും, അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ അങ്ങനെ പടങ്ങൾ കാണാറുണ്ട്. ഈ ചെറുപ്പം തൊട്ട് അങ്ങനെ സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ചിലതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ തൂവാനത്തുമ്പികളൊക്കെ ഇങ്ങനെ ഭയങ്കര കൾട്ട് ക്ലാസിക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടേഴ്സിന് എനിക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ടായിരിക്കും അതറിയാതെ വരുന്നത്. വേണമെന്ന് വെച്ചാൽ ഒബ്സർവ് ചെയ്യണമല്ല. ലാലേട്ടൻ്റെ ഇതുവരെയുള്ള സിനിമകൾ ഏറ്റവും ഫേവറേറ്റ് സിനിമ ഏതോ? ടഫായിരിക്കും എന്നറിയാം. അത് ഭയങ്കര ടഫാണ്. ലാലേട്ടൻ ചെയ്യാവുന്നതിൽ ഏറ്റവും കിടിലൻ മൂവികളൊക്കെ ചെയ്ത് വെച്ചിരിക്കുക. അത് ഒരു പടത്തിൻ്റെ പേര് മാത്രമായിട്ട് പറയാൻ പറ്റില്ല. ഇരുവരൊക്കെ എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, എം.ജി.ആർ. സാറായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അത് ഇനി ഒരിക്കലും വേറൊരാൾക്ക് ഇരുവർ ചെയ്യാൻ പറ്റില്ല. മണിരത്നം സാറിനെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ആക്ഷൻ പറയാനേ ഓർമ്മിക്കാറുള്ളൂ, കട്ട് പറയാറില്ല എന്ന്. പിന്നെ ലാലേട്ടൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കട്ട് പറയാൻ തോന്നാറില്ല. അപ്പം അതുകൊണ്ട് ലാലേട്ടൻ്റെ ഒരു പടം പറയാൻ പറ്റില്ല. നമുക്കെല്ലാവർക്കും അറിയാം എത്രയോ പടങ്ങളുണ്ട്, അതുകൊണ്ട് ഒരു പടം എന്ന് വെച്ച് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇല്ല, ഓക്കെ. എനിക്കറിയാം ആൻസർ ഭയങ്കര ടഫായിരിക്കും, എന്നാലും ചുമ്മാ ചോദിച്ചതാണ്. എന്തായാലും ഇത്രയും മനോഹരമായിട്ടൊരു സിനിമയെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. അപ്പം ചില ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ടാസ്ക് കൊടുക്കണമെന്ന്. അപ്പോൾ അൻസിബ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വേറൊരു സിനിമയെ കുറിച്ചും നമ്മളോട് ഇപ്പം സംസാരിക്കും. വേറൊരു സിനിമ അൻസിബയുടെ ഒരു ഫേവറേറ്റ് എനിക്ക് തോന്നുന്നു ഒരു 2-3 years ബാക്ക് വന്ന മൂവിയെന്ന് തോന്നുന്നു. 2 years ബാക്ക് എങ്ങാണ്ടായിരിക്കും. KD എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് മൂവി കേട്ടോ. കറുപ്പുതുരെ എന്നുള്ള ഒരു 72 വയസ്സുള്ള ഒരു മനുഷ്യൻ, തമിഴ്നാട്ടിലെ തമിഴ് മൂവിയാണ് KD. അപ്പോൾ ഈ കറുപ്പുതുരയ്ക്ക് 72 വയസ്സുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലെ പല ഗ്രാമങ്ങളിലും പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണ്, ഈ പ്രായാധിക്യമായിട്ടുള്ള ആളുകൾ എഴുന്നേറ്റ് നടക്കാനും ഒന്നും വയ്യാത്ത ആളുകൾ തലൈക്കൂത്തൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏർപ്പാടുണ്ട്. അവരെ കൊന്നുകളയുക, അതായത് വേറെ രീതിയിൽ ഒരുപാട് വെള്ളം കുടിപ്പിച്ച് ഇങ്ങനെയൊക്കെ. അത് ദയാവധം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അത് നിർത്തലാക്കിയിട്ടുണ്ട് തലൈക്കുത്തൽ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ ആരും അറിയാതെ ചില വീട്ടുകാർ ചെയ്യുന്ന പോലത്തെ ഒരു സംഭവമാണത്. അപ്പോൾ ഈ കറുപ്പുതുരയ്ക്ക് കിടപ്പിലാണ്, ബെഡിൽ കിടപ്പിലാണ്. അപ്പോൾ ഒട്ടും വയ്യ. അപ്പോൾ കുറേ മക്കളുണ്ട്, ആ മക്കളൊക്കെ കല്യാണം കഴിച്ച് അവർക്കൊക്കെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ കറുപ്പുതുരേനെ ഇപ്പോൾ ആർക്കും നോക്കാൻ വയ്യ, പക്ഷേ ഇങ്ങനത്തെ സ്വത്തുക്കളൊക്കെ എല്ലാവർക്കും വേണം. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്യാണ്, ഈ കരിക്കും വെള്ളമൊക്കെ ഒരുപാട് കുടിപ്പിച്ച് ഇങ്ങനെ വയ്യാണ്ട് കിടക്കുന്ന ആളല്ലേ, അപ്പോൾ ശ്വാസം മുട്ടി ഇങ്ങ് മരിച്ചു പോകുമല്ലോ. ഇത് പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഒരാളെ ഏർപ്പാടാക്കി കൊണ്ടുവരാനും പ്ലാൻ ചെയ്യാണ്. അങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്ന കറുപ്പുതുര ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഇയാൾ പെട്ടെന്നൊരു ദിവസം അങ്ങ് എഴുന്നേൽക്കുകയാണ് കറുപ്പുതുര. അങ്ങനെ എഴുന്നേറ്റിട്ട് പുള്ളിക്കറിയാം അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളും മരുമക്കളും എല്ലാം കൂടെ വന്നിട്ട് തട്ടിക്കളയുന്നു. പുള്ളി അവിടെ നിന്ന് എസ്കേപ്പ് ആവും, മുങ്ങും. അങ്ങനെ മുങ്ങിയിട്ട് വേറെ നാട്ടിലിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു 7-8 വയസ്സുള്ളൊരു ബാലനെ കാണുന്നത്. കുട്ടി എന്നാണ് അവൻ്റെ പേര്. കുട്ടി ഒരു അമ്പലത്തിലാന്ന് തോന്നുന്നു ആദ്യമായിട്ട് കാണുന്നത്. എങ്ങനെ കാണുന്നു, അപ്പോൾ ഇത് എൻ്റെ സ്ഥലമാണ്, നിങ്ങൾ മാറിയിരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പരിചയപ്പെടുന്നത്. അപ്പോൾ ഭയങ്കര ഇടി. അപ്പോൾ കറുപ്പുതുരേ പറയില്ല ഞാനാണ് ഇവിടെ ഇരിക്കുന്നത്, ഇല്ല ഇത് എൻ്റെ സ്ഥലമാണെന്ന് പറയും. പക്ഷേ ഇവരെ അടിയും ബഹളമൊക്കെ ഉണ്ടാക്കി ഇവർ തമ്മിലൊരു റാപ്പ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ആരുമില്ല. കുട്ടിയെ കറുപ്പുതുരയ്ക്ക് അങ്ങ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ കുട്ടിക്ക് അത്യാവശ്യം എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം. അപ്പോൾ കുട്ടി കറുപ്പുതുരയുടെ പേര് ഷോർട്ടാക്കി KD എന്ന് വെച്ചു കൊടുക്കും. താത്താ കറുപ്പുതുരൈ പേര് വേണ്ട, KD എന്ന് വയ്ക്കാന്ന് പറഞ്ഞിട്ട് ഷോർട്ടാക്കി കൊടുക്കും. എന്നിട്ട് ഈ കുട്ടി ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് കറുപ്പുതുരയുടെ. അങ്ങനെ ഇവർ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നു, പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നൊക്കെ ഉണ്ട്. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും മരിക്കണതിൻ്റെ മുന്നുള്ള ആഗ്രഹങ്ങളൊക്കെ പറയും. അപ്പോൾ പുള്ളി ഓരോന്ന് പറയും. അപ്പോൾ KD പണ്ട് സ്നേഹിച്ച KDയുടെ കാമുകിയുണ്ട്, കാമുകിയുടെ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ കാണണം, കാമുകി എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അറിയണം. അതുപോലെ KDക്ക് സിനിമയിൽ അഭിനയിക്കണം, ഇങ്ങനെ കുറേ ആഗ്രഹങ്ങൾ പറയും. ഇതെല്ലാം ഈ കുട്ടി എഴുതി വെക്കും. അങ്ങനെ കുട്ടി ഇത് നടത്തി കൊടുക്കുകയാണ്.
കേടിയുടെ കാമുകിയുടെ വീട്ടിൽ പോകുന്നു. കാമുകി ഇപ്പം അമ്മൂമ്മയാണ് അവിടെ പോകുന്നു. അപ്പം അമ്മൂമ്മ മാത്രമേ ഉള്ളൂ അവിടെ പോയി ഒരു ദിവസം താമസിക്കുന്നു. നല്ല റെയിനൊക്കെ ഉണ്ടാവുന്നു. അന്ന് ഒരു റൊമാൻറ്റിക് സോങ് ഒക്കെ ഉണ്ട് കേടിക്കും കേടിയുടെ ഈ അമ്മൂമ്മ കാമുകിക്കും. അപ്പോൾ കുട്ടി അവിടെ ഉണ്ട്, അവനതൊക്കെ ആസ്വദിക്കുകയാണ്. സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ ചെന്നൈക്ക് വണ്ടി കയറും. അങ്ങനെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ട് അവസരം ചോദിക്കും. അടുത്ത സീൻ കാണിക്കുന്നത് കേടി മരിച്ചെടുക്കുക. അപ്പം നമ്മളെല്ലാവരും വിചാരിക്കും കേടി മരിച്ചു എന്ന്. മരിച്ചെടുക്കുന്ന സീനാണ് പുള്ളിക്ക് അഭിനയിക്കാൻ കിട്ടിയത്. അപ്പോൾ അത് അഭിനയിക്കും. പക്ഷെ പുള്ളി എൻജോയ് ചെയ്തു. കാരണം സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം നടന്നേ. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം ഈ കുട്ടി കൂടെ നടന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് കേടിയുടെ അടുത്ത്, കുട്ടി ശരിക്കും സ്കൂളിലൊക്കെ പോകേണ്ട ഒരാളാണ്, നിങ്ങളെ കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ഭാവി പോവും. അപ്പം അതുകൊണ്ട് അവനെ ഗവൺമെൻറ് ഇതുപോലെ ആരും ഇല്ലാത്ത കുട്ടികളെ പാർപ്പിക്കുന്ന ഇടമുണ്ടല്ലോ, അവിടെ ആക്കി കൊടുക്കണം, അവന് വിദ്യാഭ്യാസം കിട്ടട്ടെ, അവൻ്റെ ലൈഫ് നിങ്ങൾ കൊണ്ടുപോയി കളയരുതെന്ന് പറയും. അങ്ങനെ കേടി ഇത് മനസ്സിലാക്കുകയാണ്. ശരിയാണ്, കുട്ടിക്കൊരു ഭാവി ഉണ്ട്, അവൻ ചെറിയ കുട്ടിയാണ്, അപ്പോൾ അവനങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സ്ഥലത്ത് അവനെ പാർപ്പിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് കേടി അവനെ ട്രെയിൻ കയറ്റി വിടുകയാണ് അങ്ങോട്ടേക്ക്. ഭയങ്കര വിഷമത്തിലാണ് വിടുന്നത്. പക്ഷെ ആ കുട്ടിയുടെ ഭാവിക്ക് അതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടിക്കും ഭയങ്കര വിഷമമുണ്ട്. നമുക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമമാവും ആ സെപ്പറേഷൻ. പക്ഷെ നമ്മൾ പോലും അത് അക്സെപ്റ്റ് ചെയ്യും. ആ കുട്ടിയുടെ ഫ്യൂച്ചറിന് ആ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ് ഷെൽട്ടറിൽ ആ കുട്ടി പോയാൽ നല്ലതാണെന്നുള്ളത് അറിയാം. അങ്ങനെ കേടി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയിട്ട് ഈ മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ സ്വത്തുക്കളൊക്കെ എഴുതി കൊടുക്കും. എന്നിട്ട് പുള്ളി അവിടെ നിന്ന് പോവാണ്. ഇതാണ് കേടി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. അതിമനോഹരമായിട്ടുള്ളൊരു സിനിമയാണ്. ഉറപ്പായിട്ടും കാണേണ്ട ഒരു സിനിമയാണ്. ഒരു സ്ത്രീയാണ് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സിനിമ. ആ ഡയറക്ടറുടെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല, പക്ഷെ അതിമനോഹരമായിട്ടുള്ള മൂവിയാണ്. ഓക്കെ, സിനിമ കണ്ടൊരു ഫീൽ. പിന്നെ നമ്മൾ റീസെൻ്റ്ലി കണ്ടതാണ് ഇപ്പം വന്നതിന് ശേഷം മൂക്കുത്തി കുത്തിയതിന് പിന്നിലൊരു കഥയുണ്ടെന്ന് കേട്ടു. കുറേ നാൾ മുമ്പ് എനിക്കിഷ്ടമാണ് മൂക്കുത്താൻ. അപ്പോൾ ഞാൻ ഒരു +1 പഠിക്കുന്ന സമയത്ത് മൂക്ക് കുത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മാക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരി ഗുജറാത്തിലാണ്. അപ്പോൾ പുള്ളിക്കാരി 3 പെൺമക്കളുണ്ട്, 4 പേരും. അപ്പോൾ നമ്മുടെ തമിഴ് ആക്ട്രസ് ഖുഷ്ബു ഇല്ലേ, അതുപോലെ ഇരിക്കുന്ന ഈ ഫ്രണ്ടിനെ കാണാൻ. പുള്ളിക്കാരി ഒരു ഖുഷ്ബു, 3 കുട്ടി ഖുഷ്ബു, 4 പേര്, 4 ഖുഷ്ബു ഉണ്ട്. മൂക്കുത്തിയിട്ടുണ്ട്, പിള്ളേർ വരെ മൂക്കുത്തിയിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലേ എനിക്ക് ആഗ്രഹമാണ് മൂക്കുത്താൻ. അപ്പം ഞാൻ ഉമ്മ ഒന്ന് മൂക്കുത്തിട്ട് അങ്ങനെ ഞാൻ മൂക്കുത്തി. ഇവർ വീട്ടിൽ വന്നു. അപ്പോൾ ഇവരൊക്കെ അങ്ങനെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഉമ്മ മൂക്കുത്താൻ സമ്മതിച്ചു. അങ്ങനെ ഞാൻ രാവിലെ മൂക്കുത്തി. ഇവർ പോയി കഴിഞ്ഞ പാടെ, എന്നാലും നീ മൂക്കുത്തിയത് മോശമായി, നീ എന്തിനാ മൂക്കുത്തിയത്, ഉമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോഴും. അന്ന് മൂക്കുത്തി ഇഷ്ടമായില്ല. അങ്ങനെ രാവിലെ മൂക്കുത്തി. ഉച്ചയ്ക്ക് മുന്നിലുള്ള ചെറിയൊരു ജ്വല്ലറി ഉണ്ടായിരുന്നു, അവിടെ ചെന്നിട്ട് അതെടുത്ത് കളഞ്ഞു. അന്ന് മറ്റേ ഗൺഷോട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ അടുത്ത് കളഞ്ഞു, വിഷമത്തോടെയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ആ ഒറ്റ ദിവസം രാവിലെ കുത്തി ഉച്ചയ്ക്ക് എടുത്തുകൊണ്ട് അതിൻ്റെ ഹോളങ്ങ് അടഞ്ഞുപോയി. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാൻ ടാക്സി ഒക്കെ ചെയ്യുന്ന സമയത്ത് കാവ്യ ചേച്ചിൻ്റെ അടുത്തും പറയുമായിരുന്നു എനിക്ക് മൂക്കുത്താൻ ഇഷ്ടമാണെന്ന്. പക്ഷേ കാവ്യ ചേച്ചി പറയുമായിരുന്നു കാവ്യ ചേച്ചിക്ക് മൂക്കുത്താൻ ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ ആർട്ടിസ്റ്റുകൾ മൂക്കുത്തുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല ക്യാരക്ടേഴ്സും ആയിരിക്കും. ഇപ്പോൾ മൂക്കുത്തി ഇല്ലാത്ത ക്യാരക്ടർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ അവിടെ വാക്സൊക്കെ വെച്ച് കുറച്ച് വലിയ ഹോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മേക്കപ്പ് ഒക്കെ ചെയ്ത് എപ്പോഴും പെർഫെക്റ്റ് ആക്കി വെക്കണം. അപ്പോൾ ആ ഹോള് കാണാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ ചെയ്യാണ്ടിരുന്നത്. ഇതുപോലെ കുറേ പേരുണ്ടാവും അങ്ങനെ. പക്ഷെ ഞാൻ എന്നാലും ആഗ്രഹമുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ബിഗ് ബോസിൽ പോയപ്പോഴും ഞാൻ പൂജയുടെ അടുത്തും പറയുന്നു, പൂജ നിൻ്റെ മൂക്കുത്ത് എനിക്ക് ഇഷ്ടമായി, ഞാൻ എന്തായാലും മൂക്കുത്തും. അവസാനം ഞാൻ തീരുമാനിച്ചു എന്തായാലും ഞാൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴെങ്കിലും ഞാൻ മൂക്ക് കുത്തുന്നു. അങ്ങനെ ഇറങ്ങിയ പാടെ ഞാൻ മൂക്കുത്തി കുത്തി. ഞാൻ ഉമ്മനോട് ചുമ്മാ മൂക്കുത്തിട്ടപ്പോൾ പറഞ്ഞു കുത്തിക്കാം, സമ്മതിച്ചു. കുത്തിയിട്ട് ഉമ്മ എന്ത് പറഞ്ഞു മൂക്കുത്തിയതിന് ശേഷം? കൊള്ളാൻ നല്ല രസമുണ്ട് പറഞ്ഞു. സൂപ്പറായിട്ടുണ്ട്, പക്ഷെ കൊള്ളാൻ നല്ല രസമുണ്ട്, ചേരുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മളൊരു ആക്ട്രസ് ആയിട്ട് കണ്ടു, ബിഗ് ബോസിലൊരു മത്സരാർത്ഥിയായിട്ട് കണ്ടു, കുറേ ആൾക്കാരുടെ സ്നേഹമൊക്കെ വാങ്ങിയിട്ട് ഇപ്പം ഇങ്ങനെ വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു. ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻസ്? ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ഒരുപാട് നല്ല സിനിമകളിൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം, പിന്നെ സിനിമ സംവിധാനം ചെയ്യണം, സമാധാനത്തോടെ ഇങ്ങനെ ജീവിച്ചു പോകണം. ഇപ്പം നമ്മൾ ഡാൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് ബിഗ് ബോസിൽ, പക്ഷേ ചെറുതായിട്ട് പാടും എന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അൻസിബയുടെ ഒരു പാട്ട് നമ്മുടെ വെറൈറ്റി മീഡിയയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാട്ട് കേട്ടു. മറിந்து പോകും മായങ്ങൾ. സൂപ്പറായിട്ട് പാടിയിട്ടോ. അപ്പോൾ ഒരു പ്ലേ ബാക്ക് സിംഗറായിട്ട് കൂടി ഇനി അത്രയ്ക്ക് വേണ്ട, ചാൻസ് കിട്ടിയ പാടല്ലോ, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അടിപൊളിയായിട്ട് പാടി, സൂപ്പർ. അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മയുടെയൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ.
അപ്പം ശരിക്കും കുറേ ആൾക്കാരുടെ മനസ്സിൽ അൻസിബയാണ് റിയൽ ലേഡി ബിഗ് ബോസ് വിന്നർ ഈ സീസണിലെ. അപ്പോൾ എനിക്കറിയാം ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവിധ ആഗ്രഹങ്ങളും നടക്കാൻ പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു മസ്താനി, താങ്ക് യു സോ മച്ച്, താങ്ക് യു.